ഞങ്ങൾ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോൾ പറയുന്നുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ അത് കേൾക്കുന്നുണ്ട്, ഉത്തരം നൽകുന്നുണ്ട്. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്താ? അള്ളാന്റെ റസൂൽ ആ സ്വലാത്ത് കേൾക്കുന്നുണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നുണ്ട്. ഈ ചിന്തയിൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയാൽ ശിർക്ക് തന്നെയാണ്. ഈ ചിന്തയിൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയാൽ ശിർക്ക് തന്നെയാണ്. കാരണം അങ്ങനെ റസൂൽ കേൾക്കുമെന്ന് ഒരു സംഗതിയിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. വഅൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഇതും അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് അതിൽ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ഇതും റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ മിൻ അഹദിൻ, ഒരാളും തന്നെയില്ല, യുസല്ലിമു അലയ്യ, എൻ്റെ മേലയാൾ സലാം ചൊല്ലുന്നു, എനിക്ക് വേണ്ടി സലാം പറയുന്ന ഏതൊരു വ്യക്തിയാവട്ടെ, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, അള്ളാഹു എൻ്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കില്ല, എൻ്റെ റൂഹ് അല്ലാഹ് എനിക്ക് മടക്കിത്തരും. ഹത്താ അറുദ്ദ അലൈഹി സലാം, എനിക്ക് സലാം പറഞ്ഞ ആൾക്ക് സലാം മടക്കുന്നത് വരെ എനിക്ക് അല്ലാഹ് എൻ്റെ റൂഹിനെ മടക്കി തരാതിരിക്കില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് സലാം പറയുമ്പോഴുള്ള പ്രത്യേകതയാണ്. എവിടുന്ന് സലാം പറഞ്ഞാലും, അത് ഖബറിന്റെ സമീപത്തു നിന്നാണെങ്കിലും ദൂരത്തു നിന്നാണെങ്കിലും, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മടക്കുവാനുള്ള ഏർപ്പാടും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ റൂഹിന്റെ വിവരം എന്താണെന്ന് നമുക്കറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ ശേഷം അവിടുത്തെ ബർസഖിന്റെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ജീവിതം എന്നൊന്നും നമുക്കറിയൂല. വലിയ അനുഗ്രഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ബർസഖിന്റെ ലോകത്ത് ജീവിക്കുകയാണ്.